ഹായ്, ഞാൻ ഡോക്ടർ മീനു. കിംസ് ഹെൽത്ത് കൊട്ടിയം നെഫ്രോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ആണ്. ഇന്ന് മാർച്ച് മാസം 2-ാമത്തെ വ്യാഴാഴ്ച, ലോക വൃക്ക ദിനം. വൃക്കകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം ത്തിനെക്കുറിച്ചുള്ള അവബോധം എല്ലാവരിലും വളർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശവുമായാണ് എല്ലാ വർഷവും ലോക വൃക്ക ദിനം ലോകമെമ്പാടും ആചരിക്കുന്നത്. 2025, അതായത് ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിന്റെ പ്രമേയം അഥവാ തീം എന്ന് പറയുന്നത് ആർ യുവർ കിഡ്നീസ് ഓക്കെ, ഡിറ്റക്ട് ഏർലി, പ്രൊട്ടക്ട് യുവർ കിഡ്നി ഹെൽത്ത്. അതായത് നിങ്ങളുടെ വൃക്കകൾ സുഖപ്രദമാണോ, നേരത്തെ തന്നെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ വൃക്കകളുടെ ആരോഗ്യം നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കാൻ വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ 2 വൃക്കകളും ചേർന്നാണ് നമ്മുടെ ശരീരത്തിന്റെ മാലിന്യം നീക്കി രക്തത്തെ ശുദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ധാതുക്കൾ, ശരീരത്തിലെ ധാതുക്കൾ, ലവണങ്ങൾ, അതുപോലെ രക്തസമ്മർദ്ദം നിലനിർത്തുന്നത്, ജലാംശം നിലനിർത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കുള്ള ആരോഗ്യത്തിന് വേണ്ടുന്ന വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നതിനും വൃക്കകൾക്ക് സാരമായ പങ്കുണ്ട്. പിന്നെ ചുവന്ന രക്താണുക്കൾ ഉണ്ടാക്കുന്നതിനുള്ള ചില ഹോർമോണുകൾ ഉണ്ടാക്കുന്നത് വൃക്കകളിൽ നിന്നാണ്. അപ്പൊ ഇതിനാൽ തന്നെ വൃക്കകളുടെ ആരോഗ്യം നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകമെമ്പാടുമുള്ള കണക്ക് നോക്കിയാൽ ഏകദേശം 850 ദശലക്ഷം ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൃക്കരോഗം ഉണ്ട് എന്നാണ് കാണുന്നത്. ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ സ്ഥായിയായ വൃക്കരോഗം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് 2040 ആവുമ്പോഴേക്കും ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെടുന്നതിന്റെ 5-ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ വൃക്കരോഗം വരാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഗ്രൂപ്പുകളെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, സ്ക്രീനിങ്ങിലൂടെ കണ്ടെത്തുക, അങ്ങനെ വൃക്കരോഗത്തിന് ശരിയായ ചികിത്സ കൊടുത്ത് അവയുടെ പുരോഗതി നിയന്ത്രിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പുകൾ? പ്രധാനമായും ജീവിതശൈലി രോഗങ്ങളുള്ളവർ, പ്രമേഹ രോഗമുള്ളവർ, രക്തസമ്മർദ്ദമുള്ളവർ, പക്ഷാഘാതമുള്ളവർ, പിന്നെ ഹൃദ്രോഗമുള്ളവർ, ജന്മനാ തന്നെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾ, അതായത് ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്ന് പറയും, അല്ലെങ്കിൽ മാസം തികയാതെ ജനിച്ച ആളുകൾ, പ്രീ ടൈം ബേബീസ്, പിന്നെ അതുപോലെ തന്നെ ജന്മനാ തന്നെ മൂത്രനാളിയുടെ ഘടനയ്ക്ക് വ്യത്യാസം വരുന്നവർ, അല്ലെങ്കിൽ മൂത്രത്തിൽ ഇടയ്ക്കിടെ കല്ല് വരുന്നവർ, മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രാശയത്തിലോ മൂത്രത്തിലോ ഇൻഫെക്ഷൻ വരുന്നവർ, പിന്നെ ചില അസുഖങ്ങളുണ്ട്, ലൂപ്പസ്, വാസ്കുലൈറ്റിസ് മുതലായ അസുഖങ്ങൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. ഹൈ റിസ്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നോക്കിയാലും മറ്റനേകം കാര്യങ്ങളുണ്ട്. ചില ട്രോപ്പിക്കൽ ഇൻഫെക്ഷൻസ് എന്ന് പറയും, എലിപ്പനി, ചെള്ളുപനി മുതലായ ഇൻഫെക്ഷൻസ്, ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ തന്നെ HIV മുതലായ ഇൻഫെക്ഷൻസ്. പിന്നെ പറയുന്നത് ആൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ യൂസ് ചെയ്യുന്ന ചില ടോക്സിൻസ്, അതുപോലെ തന്നെ ചില ഹെവി മെറ്റൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അമിതമായ വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് കാരണം പാമ്പുകടി മൂലമുള്ള വൃക്കരോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ വ്യതിയാനം, അതായത് താപമർദ്ദത്തിലുള്ള വ്യതിയാനം കാരണം, അങ്ങനെ പല കാരണങ്ങൾ കാരണവും വൃക്കരോഗങ്ങൾ ഉണ്ടാവാം. അപ്പം ഇവരൊക്കെയാണ് ഈ ഹൈ റിസ്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഈ വിഭാഗം ആളുകളെ നേരത്തെ തന്നെ ശരിയായ പരിശോധനയിലൂടെ നമ്മൾ നോക്കിയാൽ വൃക്കരോഗം വരാൻ സാധ്യതയുണ്ടോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. അവർക്ക് ശരിയായ ചികിത്സ കൊടുത്താൽ ചില വൃക്കരോഗങ്ങളെ പൂർണ്ണമായും മാറ്റാൻ പറ്റും, ചില വൃക്കരോഗങ്ങളുടെ പുരോഗതി തടയുവാനും സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന പരിശോധനകൾ? പരിശോധനകൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് സ്ഥിരമായ ഇന്റർവെല്ലിൽ നമ്മൾ BP നോക്കണം. രണ്ടാമത്, നമുക്ക് ഡയബറ്റിസ് അഥവാ പ്രമേഹം ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതിന് നമ്മൾ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ് ബെറ്റർ ആയിട്ട് ഉള്ള ഒരു മാർഗം. അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ളത്, നമുക്ക് പൊണ്ണത്തടി ഉണ്ടോ എന്നുള്ളത് നമ്മൾ BMI, ബോഡി മാസ് ഇൻഡെക്സ് നോക്കുക. പിന്നെ ഉള്ളത്, മൂത്രത്തിൽ ചുവന്ന രക്താണുക്കളുടെ അംശമോ അല്ലെങ്കിൽ പ്രോട്ടീൻ ലീക്കോ ഉണ്ടോ എന്നുള്ളതിനായിട്ട് യൂറിൻ റുട്ടീൻ അഥവാ ചെയ്ത് നോക്കാം. പിന്നെ ഒരു മൂത്രത്തിലെ പതയ്ക്ക് വേണ്ടിയിട്ട് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോവും ചെയ്ത് നോക്കാം. അതുപോലെ വൃക്കകളുടെ പ്രവർത്തനം മനസ്സിലാക്കാനായിട്ട് ബ്ലഡിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് ക്രിയാറ്റിൻ C, സ്റ്റാറ്റിൻ C മുതലായ. അപ്പം ഇങ്ങനെയുള്ള പരിശോധനകൾ വഴി നമുക്ക് വൃക്കരോഗത്തെ നേരത്തെ കണ്ടെത്താൻ പറയും. അപ്പോൾ ഇങ്ങനെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നെഫ്രോളജി ഡോക്ടറെ കാണുക, തുടർന്നുള്ള ചികിത്സകളും പരിശോധനകളും ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം ചെയ്യുക. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ശരിയായ പരിശോധനകൾ ചെയ്യുക, നിങ്ങളുടെ വൃക്കകളെ സംരക്ഷിക്കുക. നന്ദി.